സ്റ്റൈൽ ഫീൽ ചെയ്തായിരുന്നു. ഓവറോൾ ഇഷ്ടപ്പെട്ടു. അവൻ പറയണ പോലെ ഒന്നുമില്ല, അത്രയ്ക്ക് നല്ല പടമൊന്നുമല്ല. കോമഡി പടം പോലെ തോന്നിയത്, അത്രയ്ക്ക് എക്സ്പെക്ട് ചെയ്ത് അത്ര ഒന്നും ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്ടേഷൻസ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആവറേജ് ഓടായിട്ട് തോന്നും. കാർത്തിക് സുബരാജിൻ്റെ സിനിമയായിട്ട് എക്സ്പെക്ട് ചെയ്ത് വന്നാൽ നമുക്ക് ആ ഫീല് കിട്ടില്ല. പേട്ടെ മഹാനും ചെയ്ത മനുഷ്യനാണ് ഇത് ചെയ്യുന്നത് നമുക്ക് തോന്നത്തില്ല. പടം അത്ര അങ്ങ് ഇമോഷണലി ഒന്നും ഒട്ടും കണക്റ്റ് ആവില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നല്ല നല്ല ഷോട്ടുകളുണ്ട്, ടെക്നിക്കലി പടം കൊള്ളാം. പക്ഷേ സ്ക്രിപ്റ്റ് വൈസ് പടം ഒരുപാട് ഇച്ചിരി ബാക്കിലോട്ടായി പോയി. നല്ലൊരു ഡീസൻറ്റ് വാച്ച് പടമാണ്. ക്ലൈമാക്സിൽ ചെറിയൊരു പ്രശ്നങ്ങളല്ലാണ്ട് ടെക്നിക്കലിയും സ്ക്രീൻ പ്ലേ വൈസും ആക്ടിങ് വൈസും എല്ലാം നല്ലൊരു പടമാണ്. ഇവരിത്രയും അത് ആക്ച്വലി ഒരു ഡീഗ്രേഡിംഗ് എന്ന് പറഞ്ഞൊരു വലിയ രീതിയിൽ ഡീഗ്രേഡിങ് നടക്കുന്ന ഒരു പടമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത്രയൊന്നും പറയാനൊന്നുമില്ല, ഒരു നല്ല ഡീസൻറ്റ് വാച്ചാണ്, കാണാൻ പറ്റും. 10 ഒരു 8 കൊടുക്കും ഞാൻ. ഡീസൻ്റ് ആയിട്ടൊരു 10 പടം ഉണ്ട്. അത് ഓപ്പണായിട്ട് പറയാം, 10-8 പടമൊന്നുമില്ല. ഞാൻ ഡീഗ്രേഡ് ചെയ്യുന്നില്ല. എൻ്റെ ഫേവറേറ്റ് ഡയറക്ടറാണ്. ഞാൻ അയാളെ എല്ലാ സിനിമയും കണ്ടിട്ടുണ്ട്. ഞാൻ കാർത്തിക് സുരാജിൻ്റെ എല്ലാ ഫിലിമോഗ്രാഫി വെച്ച് നോക്കുമ്പോൾ കുറച്ച് വീക്കാണ്. എന്നാലും നിങ്ങൾ ആ ഒരു കാർത്തിക് സുരാജിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ വെച്ച് അല്ലാണ്ട് വരുവാണെങ്കിൽ നിങ്ങൾ ഷുവറായിട്ടും ആ പടം എൻജോയ് ചെയ്യും. അത് ഞാൻ ഉറപ്പായിട്ടും ഗ്യാരണ്ടി പറയുന്നത് ആർക്ക് വേണോ ഇത് കൊടുക്കണം. ആക്ച്വലി പറയാം, ഞാൻ പറയട്ടെ, ഓരോ സ്ഥലത്ത് ഫൈറ്റ് സീൻസ് ഉണ്ട്, പാട്ടും ഇല്ല, ഒന്നുമില്ല. ആവശ്യമില്ലാത്ത സ്ഥലത്ത് ആവശ്യമില്ലാത്ത സാധനം കൊണ്ട് വെച്ചിരിക്കുന്നത്. ഒരു സീനിൽ ഫൈറ്റ് അടിപൊളിയാണെങ്കിലേ ആ ടൈമിലുള്ള പാട്ട്